Hello guys, all of you, welcome back to our channel. Okay, നമ്മളപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ട്രയലാണ്. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട, വെറുതെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സെറ്റപ്പ് മൈൻക്രാഫ്റ്റ് ആണിത്. ഇങ്ങനെയൊക്കെ നോർമൽ കൊടുക്കാം. നമ്മൾ പിന്നെ ഹാർഡൊക്കെ കൊടുക്കാത്തതാണ്, പിന്നെ എപ്പോഴും ചാവുന്നൊക്കെ. ഇത് കൊടുക്കാം. ഇതാണ് റിയൽ മൈൻക്രാഫ്റ്റ് ഗൈസ്. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ കമ്പനി തന്നെ ഉണ്ടാക്കിയൊരു ട്രയലാണ്. മൈൻക്രാഫ്റ്റ് എന്ന് എഴുതി വെച്ചേക്കണം. ഓക്കെ, നമ്മൾ റിയൽ എന്തായാലും വാങ്ങിക്കും. അതിന് ഇച്ചിരി സബ് തരാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സബ് ചെയ്തേക്ക് ഗൈസ്. പിന്നെ ഞാൻ പുതിയതായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ID ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാവരും പോയിട്ട് ഫോളോ ചെയ്തേക്ക്. ഞാൻ ID എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. It's the good idea to build a place where you can safely spend the night. Use the right tools for chopping wood with an axe is much. വുഡൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ആക്സ് വന്നു. പക്ഷെ നമ്മൾ കൈ വെച്ചുകൊണ്ട് 2 അടി സാധനം പറഞ്ഞെടുക്കും. ഗൈസ്, ലോഡാവണ കുറച്ച് മുമ്പ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും അങ്ങോട്ട് ചെയ്തേക്കും. കമൻറ്റ് ലാസ്റ്റ് അങ്ങോട്ട് ചെയ്താൽ. ഓക്കെ, നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ വേൾഡിലേക്ക്. സർവൈവലല്ല, നമ്മൾ സാധാരണ ക്രിയേറ്റീവ് ആണ് കളിക്കാറ്. വേറെ പോലെ പോലെ ഇങ്ങനല്ല പോലെ ഉണ്ട്. ആ വുഡുള്ള വുഡല്ല വൂണ്ടുള്ള ആ സാധനത്തില് മണ്ണാൻ്റെ ഉള്ളി ആ സാധനം ഇപ്പൊ അതിന് കാണാനില്ല. ഇപ്പൊ അതിനെ കാണുള്ള നമുക്ക് അപ്പത്തേക്കും മരം വെട്ടാം. മരം വെട്ടിട്ട് പിന്നെ ഞാൻ വലിയൊരു സാധനം വെച്ച് കൂട്ടാറ് കൊല്ലണം. സ്റ്റാർട്ട് ട്രയൽ ആൻഡ് ഓക്കെ, സ്റ്റാർട്ട് ട്രയൽ ഫുൾ ഗെയിമൊക്കെ നമ്മൾ കളിച്ചോളാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് സബ് ചെയ്തിട്ട് നമ്മളുടെ പൈസയൊക്കെ വേണ്ടി സെറ്റാക്കും. ഓക്കെ, ചത്തു. ഇത് തന്നെ വലിയ ഡയറക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് വീടില്ല. നമ്മളിത് ഒരു ഡേർട്ടല്ല അയണൊക്കെ വെച്ചുകൊണ്ട് വീടുമ്പോ അയണില്ലല്ലോ, വേറെ വുഡൊക്കെ വെച്ച് അടിയിൽ വുഡൊക്കെ ഇട്ട് ഒരു സെറ്റപ്പ് വീടാക്കും. അത് നമുക്ക് ഇപ്പഴാക്കാം. പക്ഷേ വുഡ് തയ്ക്കുമെന്ന് അറിയില്ല. ആടെ ഒരെണ്ണം കിട്ടും, മനസ്സൂല പൈസ അവിടെ മട്ടക്കള് കേറാൻ പറ്റുള്ള. ഞാനിപ്പോ അവിടെ നിന്ന് എടുത്ത് ചാടി. ക്രാഫ്റ്റിംഗ് ടേബിളിന് വേണ്ടിയിട്ടാണ് മോനെ ഞാൻ അങ്ങോട്ട് പോകുന്നത്. കണ്ടിട്ടേ ഞാൻ തോന്നുന്നു. മരല്ലേ, മരമില്ലാത്ത എന്ത് മൈൻക്രാഫ്റ്റ് അവളെന്ത് കാണുന്നു. ആണോ
വില്ലേജ്. ഞങ്ങൾക്കിനി വീടിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അവിടെ പിള്ളേരുണ്ട് ഇവിടെ. നമുക്കൊന്ന് പിള്ളേരുടെ വീട്ടിലേക്കൊന്ന് കയറി വെക്കാം. എല്ലാം കിട്ടിയാലാ. എൻ്റെ വീട്ടിൽ ചെസ്റ്റ് ഉണ്ടാവേ. സാധനം ഇവിടെ ഒന്നും കണ്ടല്ലോ. ഒതുങ്ങി ഇത് എടുക്കാം. സാധനം ക്രാഫ്റ്റിംഗ് ടേബിൾ കണ്ടിട്ടോ. നമുക്ക് എഴുന്നേക്ക് വെക്കാം. പുതിയ വീട്ടിൽ നമുക്ക് എഴുന്നേക്ക് വെച്ച് ഈ ഉമ്മാരും വെള്ളം കൊണ്ടുപോയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ചെസ്റ്റ് വെച്ചിട്ടുണ്ടാവും. ഗെയിം ഈ പിള്ളേരുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കൂലേ? അതിൻ്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറയുമോ? നിൽക്കാൻ പറഞ്ഞ മാറിപ്പോയതാണ് വാക്കുകൾ. ആടാ സെറ്റപ്പ് ചെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അമ്മമാർക്കൊരു ചെസ്റ്റ് വെച്ച പണി വെറുത്തിട്ട്. അവിടെ അല്ല, രണ്ടുപേരും വീടല്ലേ. അതൊന്നും നിങ്ങളുടെ വീഴത്തെ. അയ്യോ അവളൊരു സാധനം കിട്ടത്തില്ല. ടോർച്ച് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. ടോർച്ച് ഇതുവരെയായിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ ചാവുമ്പോൾ എല്ലാം പോകും. അയ്യോ ഒരു വീട്ടിലൊരു ബെഡ് ഉണ്ടായിരുന്നെങ്കിൽ സോംബീസ് വരുമ്പോൾ കിടന്നു പോകാം. ഓക്കെ, നമ്മളെന്തായാലും വില്ലേജേഴ്സിൻ്റെ ഒന്നും ബാക്കി വയ്ക്കാനുള്ള. ഇതുണ്ട് ഗ്ലാസ്സും കൂടി അല്ലെങ്കിൽ അങ്ങോട്ട് എടുത്താലോ. ഗ്ലാസ്സും കൂടി അങ്ങോട്ട് എടുത്തുണ്ടോ? അയ്യോ ഗ്ലാസ് പൊട്ടിപ്പോയോ? അയ്യോ ഗ്ലാസ്സിന് കിട്ടൂല അല്ലേ? എനിക്കറിയില്ല. വെറുതെ വില്ലേജേഴ്സിൻ്റെ ഗ്ലാസ്സും പൊട്ടിച്ച് പൊട്ട് ഇതായടാലേ. പെട്ടെന്ന് കിട്ടൂല. എന്തോ അല്ലേ ലോജിക്ക്. വെട്ടി ഒരെണ്ണം വെട്ടി. അയ്യോ കുറച്ച് നമ്മളൊന്നും വെറുതെ ഇടാൻ പാടില്ല. നമ്മൾ പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇട്ട സാധനം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവും. നമുക്കെന്തായാലും നോക്കാം. ആറ് ടോർച്ച് ഇട്ടുണ്ട്. ആശ വരും, നമുക്ക് തിരിച്ചു ഡോറ് കിട്ടി. എനിക്ക് അടുത്ത വില്ലേജറിൻ്റെ വീട്ടിലേക്കില്ല. ഇവിടെ ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വില്ലേജേഴ്സിനെ കൊണ്ട് എന്തായിരിക്കും ആവശ്യം അറിയാവുന്നവർ പ്ലീസ് കമൻറ്റ്. ഇത് മോനെ സെറ്റ് ബെഡ്. അയ്യോ രാത്രിയായോ?
എന്തോ ചെയ്ത് വെച്ചേക്കണെന്നുള്ളു. വീടിന് മേളിലും നോക്കി. രാത്രിയായിരുന്നു. അയ്യോ രാത്രിയാ. എന്റെ മോനെ ബാൽക്കണി. വില്ലേജസ് സെറ്റപ്പ് ബാൽക്കണിയൊക്കെ വേണ്ട. ഒരു ഡോറ് ഒരു മോനെ ബാൽക്കണിക്ക്. അല്ലെങ്കിൽ നിനക്ക് ഡോറ് വേണ്ടല്ലോ. പുതിയ വീടുണ്ടാക്കാനുള്ള നമ്മൾ ഇതുവരെയായിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ അടുക്കി വെച്ചേക്കാം. നമ്മുടെ ഇത് സെറ്റ് ചെയ്തിട്ട് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞി ഇതിലൊക്കെ വീടോ ബേസ്മെന്റോ എന്തുവാളേ. പക്ഷെ ഒരു ചെസ്റ്റ് പോലും കിട്ടിയില്ല കേട്ടോ. ചെസ്റ്റ് ഞങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ചെസ്റ്റ് എന്തായാലും വേണം. എന്താ വെച്ചാൽ നമ്മൾക്ക് ബാക്കിയുള്ള സ്റ്റോർ ചെയ്തൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് വേറൊന്നുമില്ല കൈ. അയ്യോ നമ്മുടെ ചിക്കൻ തീർന്നു. അവനൊന്നും ഓർക്കില്ല കേട്ടോ. ഇവിടെ പോകാനും പറ്റൂല. അയ്യോ എന്നെ കൊന്നോളോ. രാത്രി 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 പോണം. അയ്യോ എന്നെ ഇതിലിട്ട് പൂട്ടിയേ. നിങ്ങൾ ഇറങ്ങി പോയിക്കോ മക്കളെ. പോയിക്കോ. പോയി പോയി പോയി. എല്ലാം പോയി. എല്ലാം പോടാ. തീർന്നില്ല. അതിനുറങ്ങാം. ഉറങ്ങാനും പറ്റൂല, നിൽക്കാനും പറ്റൂല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂല. ഇത് വല്ലാത്ത കഷ്ടമല്ല. പോയെന്താ പൊന്നെ. മരൊക്കെ ഒരു വെയിലത്ത് ചാവട്ടെ. പൊട്ടന്മാരെ ഗായ്സ്, നമ്മൾ സോംബിയുടെ ഫുഡൊക്കെയാണ് കഴിക്കണത്. പക്ഷേ സോംബിയുടെ ഫുഡല്ല, സോംബിയുടെ
ഫ്ലഷാണ് വയ്ക്കണം. അയ്യോ കേട്ടെ ആ വിചാരിക്കണ്ടായിരുന്നു ഞാൻ സോംബിയുടെ ഫ്ലഷ് അയച്ചുകൊണ്ട് ഞാൻ സോംബി ആയി വന്നു. അവിടെ ഇവന്മാർക്കൊന്നൊരു നമുക്ക് ഇനി വുഡ് കട്ട് ചെയ്യണം. എന്നിട്ട് ഈ അടുത്ത് ഇവിടെ ഇട്ടൊരു വീടുണ്ടാക്കണം. എന്നാലും സോംബീസിന്റെ അറ്റാക്ക് സെറ്റപ്പാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് എനിക്ക് സർവൈവൽ കളിക്കണേ. അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ക്രാഫ്റ്റിംഗ് ടേബിള് യെസ് കിട്ടിയില്ലേ? യെസ് ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി ഗൈസ്. ഗൂയ്സ് നമുക്കൊക്കെ വീടുണ്ടാക്കി തുടങ്ങാം ഗൈസ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടിത്തറ നമ്മൾ വുഡ് വെച്ചുകൊണ്ടാണ് സെറ്റ് ചെയ്യണത്. നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ വീടിൻ്റെ അടിത്തറ വുഡ് വെച്ചുകൊണ്ടാണ്. വുഡ് തീർന്നിരിക്കുന്നു. നമ്മൾക്ക് അപ്പോൾ വുഡ് വെച്ചുകൊണ്ട് അടിത്തറ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ വീടിൻ്റെ ആ സാധനം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 വേണ്ട 15 ഇത് സെറ്റ് ചെയ്തിട്ട് ഇനി 15 ഇതിലേക്ക് നമ്മൾ 15 വുഡ് അങ്ങോട്ട് കയറ്റാം. ഓക്കെ 15 വുഡ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഓക്കെ നമ്മളിത് സെറ്റ് ചെയ്തു. പക്ഷേ ഭയങ്കര ചെറുതായി പോയി എന്ന സംശയം ഉണ്ടല്ല, ചെറുതായിട്ട്. ഓ പിന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യം, ഇവിടെ 2-3 ആപ്പിൾസ് എടുക്കുന്നു. ആപ്പിൾ കിട്ടിയോ? ഓക്കെ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് ആപ്പിൾ? ആപ്പിൾ വേറെ അറിയൂ. ഓക്കെ ആപ്പിൾ കിട്ടി. ആപ്പിൾ എടുത്ത് ഇവിടേക്ക് വയ്ക്കാൻ നമുക്ക് എന്നാൽ നമുക്ക് ആപ്പിൾ ഓക്കെ നമ്മൾ ആപ്പിൾ തിന്നിരിക്കുന്നു. നമുക്ക് ബാക്കി പണി ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കുറഞ്ഞ് നമ്മൾ ചത്തു പോകും. ഓക്കെ നമുക്കപ്പോൾ ബാക്കി പണികളിലേക്ക് ആരംഭിക്കാം. നമ്മളിപ്പോൾ ഒരു ബിഗിനർ ഹൗസാണ് ഉണ്ടാക്കുക. ആ ബിഗിനർ ഹൗസ് തന്നെ സെറ്റപ്പ് ആക്കണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. ആക്സ് വെച്ചുകൊണ്ട് കട്ട് ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞത്, പക്ഷെ എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല. പ്രൊഫഷണൽസാണ് ആക്സൊക്കെ വെച്ചുകൊണ്ട് കട്ട് ചെയ്യണം. ഓക്കെ നമുക്ക് 4 എക്സ്ട്രാ ഇട്ടുണ്ട്. അപ്പം 5 എണ്ണം. ഓക്കെ എന്ത് നമ്മുടെ ബേസ്മെൻറ്റ്. ഓക്കെ അയ്യോ ഇതല്ല ഇത്. ഓക്കെ നമ്മളിവിടെ ഇനി നമുക്ക് അടുത്ത പോയി 1 അയ്യോ നമ്മൾ ഫസ്റ്റ്
ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഇതുമ്മ വെക്കാം. നമ്മൾ എന്നിട്ട് മറ്റു സാധനം ഉണ്ടാക്കാം. സാധനത്തിൻ്റെ പേര് ഓർമ്മയില്ല. വുഡ്. ഓക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ നമ്മൾ ആ സാധനം ഉണ്ടാക്കി. 17 കിട്ടി. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് വീഡിയോ കിപ്പിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് കൈ പിടിക്കുക. ഓക്കെ ശരി, നമുക്ക് വീഡിയോ ഒപ്പിക്കാം. 1 2 3 4 5 6. ഓക്കെ നമുക്കിനി പ്ലാങ്ക്സ് വയ്ക്കാം. ഓക്കെ ഇനി ബാക്കി വെക്കാൻ പ്ലാങ്ക്സ് ഇവിടെയും കൂടെ വെച്ചാൽ നമ്മുടെ ബേസ്മെൻറ്റ് റെഡി. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് അയൺ വെച്ചുകൊണ്ട് വീടുണ്ടാക്കാൻ തന്നെ. അയണല്ല വച്ചാൽ സാധനം. നമ്മുടെ എതിരാളി വന്നിരിക്കുന്നു. ബാക്കി ഒന്ന് വെച്ച് നമുക്ക് ഒരു ഇതുണ്ടാക്കണം. സാധനത്തിൻ്റെ പേര് പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് ഇവിടെ പ്ലാങ്ക് ഇടാം. ഇതെങ്ങനെ കഴിച്ചെൻ്റെ ഹെൽത്ത് പറഞ്ഞു. ഓക്കെ ബാക്കി 4 ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ഇതുണ്ടാക്കാം. ഞാൻ ഒരുപാട് ഇതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ഗൈസ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. വുഡ് തക്കില്ല. നമുക്ക് അത് വെച്ചുകൊണ്ടൊരു വെട്ടുകത്തി ഉണ്ടാക്കണം. മീൻസ് വാൾ ഉണ്ടാക്കണം. അത് വെച്ചുകൊണ്ടാണ് ബാക്കി നമ്മുടെ കളികൾ. ഓക്കെ നമുക്കിനി ഇതെടുത്ത് നേരെ ക്രാഫ്റ്റിംഗ് ടേബിളിലേക്ക് ഇടാം. ഓക്കെ നമ്മളുടെ ക്രാഫ്റ്റിംഗ് ടേബിളിലേക്ക് ഉണ്ടാക്കണ്ട. നമുക്ക് ഹെൽത്ത് ഇച്ചിരി കുറവാണ്. നമുക്ക് ഇച്ചിരി മോൺസ്റ്ററിൻ്റെ ആണ് പ്രശ്നമുണ്ടോ? മോൺസ്റ്ററിൻ്റെ എടുത്ത് വെക്കണം. അയ്യോ നമ്മളെല്ലാം ഇത് പൊട്ടിക്കോ. അയ്യോ ഇത് പ്രശ്നം കേട്ടോ. മോൺസ്റ്ററിൻ്റെ ഒന്നും എടുത്ത് വയ്ക്കണ്ട. ഇങ്ങോട്ട് വെച്ച് ഇത് കുറയാണ് ഗൈസ്. അല്ല രാത്രി ആവാറായി. നമുക്ക് ഇനി വലിയ കാര്യമായിട്ട് ചെയ്യണം. അടുത്ത ഇതാക്കാം ഗൈസ്.
രാത്രി പേടിയാണ്. അയ്യോ ഇതിന്റെ അടിയിൽ മോൺസ്റ്റർ ഉണ്ടോ? ഇതിന്റെ അടിയിൽ നമുക്ക് പോയി സാധനങ്ങൾ എടുക്കാം. എന്റെ അടിയിൽ നിന്ന് പോയി സാധനങ്ങൾ എടുക്കണമല്ലോ. അതെവിടെ ആയിരുന്നു ഉണ്ടാക്കിയ കൈസ്? എനിക്ക് തന്നെ ഓർമ്മയില്ല. അയ്യോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ എനിക്കൊരു ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടി. അപ്പം നമുക്ക് ഇവിടുന്ന് എതിർത്തു പോകാം. ഇതാറിനാണ് നേരത്തെ ഞാൻ ചാത്ത ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഇവിടെ ഇല്ല, പക്ഷെ ദൂരെ. ഗൈസ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു കുഴിയുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇവിടെ അയ്യോ ഗുണാക്കിയ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എവിടെയോ. എന്തോ അതിനാണ് രാത്രി എങ്ങളോനാവും. ഇതല്ല ഗുണാക്കിയോ? ഓക്കെ അയ്യോ ഇതല്ല ഗുണാക്കിയോ? ഇതല്ലാട്ടോ ഗൈസ്, വേറെയാണ് ഒരു വലിയത്. അതൊന്ന് കേച്ചറാ. എന്നെ കണ്ടിട്ട് ഞാൻ വെറുതെ ഇടണില്ല. ഡേട്ട് ചൂണ്ടിട്ട് പെട്ടെന്ന് നോക്കും. നമ്മൾ ക്രൂരനാവുമ്പോൾ യെസ് we did it. ബെഡ് എന്തായാലും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇതെന്തേ പൊന്നു നാടാ കുഴി. Few minutes later. Guys, ഇത് ഒരുപാട് നേരമല്ല. ഗൈസ് ഒരുപാട് ലെങ്തി ആയുണ്ട് വീഡിയോ, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് വീട് ഉണ്ടാക്കാൻ പറ്റിയില്ല, ബിക്കോസ് നമ്മുടെ സാധനങ്ങൾ മിസ്സായി. ഇവിടെ തന്നെയാണ് ചത്ത് ഇതെങ്ങനെ എടുക്കും ഗൈസ്? എടുത്തിട്ടാണ് നിർത്തുന്നത്. ബാ നമ്മളൊന്ന് അതെടുക്കാമല്ലോ. അയ്യോ റീസ്പോണിങ് പോയിന്റ് പോയി. മോറെ എല്ലാം പോയി. മോരെ ഇച്ചിരിയെങ്കിലും ഉണ്ടായിരുന്നാണ് കൈസ്. ആടാ അവിടെ ഉണ്ട്. എനിക്കറിയാം, സ്ഥലം മനസ്സിലായി.
ചാടില്ലേ ചാടില്ലേ. പോ. നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് സ്പോണായ. പോ. നമുക്ക് വീഡിയോ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണല്ലോ. നമ്മുടെ വീട് ഇവിടെ ആയിരുന്നു ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. വില്ലേജിൻ്റെ എൻട്രൻസ് അല്ല. നിങ്ങൾ പോയി. അയ്യോ ഇതല്ല സ്ഥലം. സ്ഥലം മായിന് പോയി ഗൈസ്. അയ്യോ നമ്മൾ ഗൈസ് ഞാൻ മിക്കവാറും ഇത് കളയും. കിട്ടി ഗൈസ്. ചൂട് പോയത് വലിയ കുഴി എങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. അയ്യോ ഫുള്ളും പെട്ടേ. ഞാനൊരു കാര്യം ചെയ്യാണ്. സാൻഡ് കിറ്റ് ഇതല്ലേ വേൾഡ്. ഈ വേൾഡ് ഞാൻ കത്തിച്ചളയാൻ പോകുന്നു. അവിടെ നിന്ന് കത്തി നശിനോട്ട് വേറെ ആരെങ്കിലും എടുക്കാതെ അവിടെ കിടന്ന് പോട്ടെ. ഡിലീറ്റ് ദ വേൾഡ്. എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. നല്ല വേൾഡായിരുന്നല്ലേ. ക്രിയേറ്റ് ന്യൂ വേൾഡ്. നമ്മളൊരു വേൾഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകും. സർവൈവൽ ക്രിയേറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിൽ നമ്മളെന്നും ഒന്ന് കുഴിച്ചുവിടും അതിന്.